ഹലോ, ഇന്നത്തെ വീഡിയോ എന്താണ് ഒരു കെമിസ്റ്റ് എന്നുള്ളതാണ്. ഈ വീഡിയോ ഉണ്ടാവാൻ കാരണം തന്നെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. അവരെ പരിചയപ്പെട്ട് കഴിയുമ്പോഴത്തേനും അവരെന്നോട് ചോദിക്കും, എന്താ ചെയ്യുന്നത്, പഠിക്കുകയാണോ അത് വർക്ക് ചെയ്യുവാണോ? ഞാൻ പറയും, ഞാൻ വർക്ക് ചെയ്യുന്നു, ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. എന്തായിട്ട് വർക്ക് ചെയ്യുന്നത് കേട്ടെ? അവർ പറയും, ഞാൻ കെമിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കെമിസ്റ്റ് ആണ് എന്റെ റോള്. അപ്പൊ അവര് കെമിസ്റ്റ്, ഡോക്ടർ, എഞ്ചിനീയർ, വക്കീല്, ലോയർ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഈ കെമിസ്റ്റ് എവിടെ വരും? അല്ല, എന്താണ് നിങ്ങളുടെ പരിപാടി? അതെന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കും, ഹൗസ് ക്ലീനിങ് കെമിക്കൽസ് ഉണ്ടാക്കും, അതുപോലെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. എന്റെ ഫീൽഡ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയും FMCG ആണ്. നമ്മൾ അവിടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കലാണ് നമ്മുടെ പരിപാടി. അപ്പൊ അവര് പിന്നെ ഇതുപോലെ ഇങ്ങനെ ചിന്തിക്കും, എന്തോ റോക്കറ്റ് എങ്ങനെ നിക്ഷേപിക്കും എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തതുപോലെ അവരിങ്ങനെ ചെയ്യും. ഓ, അങ്ങനെയാണല്ലേ, അതാണല്ലേ ഒരു കെമിസ്ട്രി. സോ നമുക്ക് ആ സംശയം ഒന്ന് മാറ്റി കൊടുക്കണ്ടേ? ഓക്കെ, 2.5 വർഷത്തെ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് ഒരു കെമിസ്ട്രി. രാവിലെ എണീക്കുമ്പോൾ പല്ല് തേക്കും, കുളിക്കും, ഒരു ചായ അല്ലെങ്കിൽ ഒരു കാപ്പി കുടിക്കും, അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കും, ഇഡ്ഡലിയോ വടയോ വാട്ടെവർ ഇറ്റ് ഈസ്, നമ്മൾ ഫുഡ് കഴിക്കും. പിന്നെ കുളിച്ച് റെഡിയാവും, ഡ്രസ്സ് ഇടും, ബാഗ് തൂക്കും, ഓഫീസിൽ പോകുന്നത് ഓഫീസിൽ പോകും, നമ്മളിപ്പോൾ കണ്ടന്റ് ഉണ്ടാക്കുന്നവർ കണ്ടന്റ് ഉണ്ടാക്കും. സോ ഈ ഒരു സൈക്കിളില് നിങ്ങൾ യൂസ് ചെയ്യുന്ന, അതായത് രാവിലെ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് തൊട്ട് നിങ്ങൾ ഇന്ന് ഈ ഷൂട്ട് ചെയ്യുന്ന മൊബൈൽ ഫോൺ ഉണ്ടാക്കണമെങ്കിൽ വരെ അവിടെ ഒരു കെമിസ്ട്രി വേണം. അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ അല്ലെ? അത്രേ ഉള്ളൂ. അത്ര മാത്രം ഇമ്പോർട്ടന്റ് ആണ് ഒരു കെമിസ്ട്രിന്റെ റോള്. എന്താണ് ഒരു കെമിസ്ട്രി എന്ന് വെച്ചാൽ, ഒരു ഷെഫ് എങ്ങനെയാണ് ഒരു കിച്ചണില് അയാളുടെ ഏറ്റവും ബെസ്റ്റ് ഫുഡ് ഉണ്ടാക്കുന്നത്, അതുപോലെയാണ് ഒരു കെമിസ്ട്രി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണ് പകരം നമ്മുടെ ലാബ്, നമ്മുടെ സെറ്റപ്പ് ലാബാണ്, ലാബ് സെറ്റപ്പാണ്. കോട്ടൊക്കെ ഇട്ട്, ഗ്ലൗസ് ഒക്കെ ഇട്ട്, മാസ്ക് ഒക്കെ ഇട്ട്, ഗൂഗിൾസ് ഒക്കെ വെച്ചിട്ടുള്ള സെറ്റപ്പ്. ഷെഫിന് പകരം നമ്മളൊക്കെ വരും. ഫുഡ് ഉണ്ടാക്കുന്നെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. പനി മാറാൻ യൂസ് ചെയ്യുന്ന മെഡിസിൻ, പാരസെറ്റമോള്, തറ തൂക്കാൻ ഉപയോഗിക്കുന്ന ഫ്ലോർ ക്ലീനർ, പെയിന്റ് ആവാം, ടൂത്ത് പേസ്റ്റ് ആവാം, സോപ്പ് ആവാം, പെട്രോൾ ആവാം, എന്ത് വേണമെങ്കിലും ആവാം, എനി കൈൻഡ് ഓഫ് പ്രൊഡക്റ്റ്. ഈവൻ നിങ്ങൾ ഇന്ന് കാണുന്ന മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഈവൻ ടാബ് വരെ ആവാം, എല്ലാത്തിനകത്തും നമ്മളുണ്ട്. ഒരു ദിവസത്തില് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ഓരോരുത്തരുടെ റോൾ അനുസരിച്ച്, കെമിസ്ട്രിന്റെ റോൾ അനുസരിച്ച് ഞാൻ പറയുന്ന റോളുകൾ ഡിഫറെന്റ് ആയിട്ട് വരും. സോ ചിലവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള പ്രൊഡക്റ്റുകൾ ടെസ്റ്റ് ചെയ്ത് അതിന്റെ ക്വാളിറ്റി ഓക്കെ ആണെന്ന് അഷ്യൂർ ചെയ്യുക. അതാണ് ക്വാളിറ്റി ടെസ്റ്റിംഗിൽ വരുന്നത്, അല്ലെങ്കിൽ ക്വാളിറ്റി അഷ്യൂറൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും. ഇപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും, നമ്മൾ എല്ലാവരും കൺസ്യൂമേഴ്സാണ്, നമ്മൾ കൺസ്യൂമേഴ്സിന് സേഫ് ആണോ, ആൻഡ് കുറെ റെഗുലേറ്ററി കംപ്ലൈൻസ് നമ്മുടെ ഇന്ത്യയിലുണ്ട്, ഇതെല്ലാം മീറ്റ് ചെയ്തിട്ടാണോ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത് എന്ന്. അപ്പൊ ഇത് പാസ്സായാൽ മാത്രമാണ്, ടെസ്റ്റ് പാസ്സായാൽ മാത്രം നമുക്ക് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വേറൊരു പ്രശ്നമുണ്ട്. സോ എല്ലാ പ്രൊഡക്റ്റും, നിങ്ങൾ ഇന്ന് കാണുന്ന എല്ലാ പ്രൊഡക്റ്റും മാർക്കറ്റിൽ ഇറക്കണമെങ്കിൽ അവിടെ ഒരു കെമിസ്റ്റിന്റെ പ്രസൻസ് വേണം. അതാണ് നമ്മൾ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും എല്ലാ സ്റ്റാൻഡേർഡ്സും മീറ്റ് ചെയ്തിട്ടാണ് ഇറക്കുന്നത്, നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതാണ് ടെസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് ക്രിയേഷൻ ഓഫ് എ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് എല്ലാവരും പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ചിലവർ ടെസ്റ്റ് ചെയ്യുന്നു, ചിലവർ ക്രിയേറ്റ് ചെയ്യുന്നു, ചിലർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, ചിലവർ ടെക്നിക്കലിൽ പോകുന്നു, ചിലവർ റെഗുലേറ്ററി കൺസേൺസിൽ പോകുന്നു. അങ്ങനെ പല കാറ്റഗറി ഓഫ് കെമിസ്ട്രികളുണ്ട്. ഒന്നാണ് ക്രിയേറ്റിംഗ് എ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഓൾറെഡി നമ്മുടെ മാർക്കറ്റിലുള്ള ഒരു പ്രൊഡക്റ്റ്, ഫോർ എക്സാമ്പിൾ ഒരു സോപ്പ് എടുക്കുക. ആ സോപ്പ് ഓൾറെഡി ഉണ്ട്, അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു സോപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ആ ഒരു റേറ്റിൽ. അതായിരിക്കും ഒരു കെമിസ്റ്റിന്റെ വെൻ ഇറ്റ് കംസ് ടു ക്രിയേഷൻ ചിന്തിക്കുന്നത്. നല്ലൊരു സോപ്പ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നല്ലൊരു ഡിറ്റർജന്റ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നല്ലൊരു പെർഫ്യൂം ഉണ്ടാക്കാൻ പറ്റും. അവരുടെ ഓരോരുത്തരുടെ ഇൻഡസ്ട്രി അനുസരിച്ചിട്ട് അത് മാറി വരും. അതാണ് അവിടെ ചിന്തിക്കുന്നത്. കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ട് ഫാബ്രിക് സെറ്റ് ആക്കാൻ പറ്റുമോ, കുറച്ചുകൂടി നല്ല മെഡിസിൻ ആൾക്കാരിലേക്ക് ചീപ്പർ രീതിയിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റുമോ, ഇതെല്ലാം വരുന്നത് പ്രൊഡക്റ്റ് ക്രിയേഷൻ, ഫോർമുലേഷൻ, ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് പ്രോബ്ലം സോൾവിങ്. എല്ലാ കെമിസ്ട്രിയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ടെസ്റ്റിങ്ങിന് മാത്രമല്ല, നമ്മൾ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉള്ള ഒരു കോമൺ സെൻസ് ആണ്. അതായത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു പ്രോബ്ലം വന്നാൽ അത് സോൾവ് ചെയ്യാം. സാധാരണ നമ്മുടെ രീതിയിൽ, നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ബാച്ച് ടു ബാച്ച് വേരിയേഷൻ വരും, അല്ലെങ്കിൽ ഒരു ബാച്ച് ഫെയിൽ ആവും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ ബാച്ച് ഫെയിലായി, എന്തുകൊണ്ടായിരിക്കും അത് ഫെയിൽ ആവാൻ കാരണം, അതിന്റെ ബാക്ക് എൻഡ് എന്താണ്, അതിന്റെ റൂട്ട് കോസ് അനാലിസിസ് ചെയ്തിട്ട് അതിന്റെ റീസൺ കണ്ടുപിടിക്കുക. റീസൺ കണ്ടുപിടിച്ചിട്ട് നെക്സ്റ്റ് ടൈം ഈ സംഭവം ഇനി ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഇല്ലാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കുക. അങ്ങനെ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രൊഡക്ഷൻ ടീമിന് കൊടുക്കുക. അങ്ങനെയുള്ളതൊക്കെയാണ് പ്രോബ്ലം സോൾവിംഗിൽ വരുന്നത്. ഓൾസോ വി ഡു റിസർച്ച്. പ്രൊഡക്റ്റ് ക്രിയേഷനിൽ വരുമ്പോഴാണ് നമ്മൾ റിസർച്ചിലോട്ട് പോകുന്നത്.
ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് കുറച്ചുകൂടി ബെറ്റർ, ഗ്രീനർ ആൻഡ് ചീപ്പർ ആയിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കും. അതാണ് റിസർച്ച് വഴി ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മളൊരു പ്രൊഡക്റ്റ് പുതിയത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മാർക്കറ്റ് വയബിലിറ്റി സ്റ്റഡി നടത്തുക. നമ്മൾ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാവും, എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, ലാബിൽ നിന്ന് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ എങ്ങനെ സെറ്റ് ആക്കാൻ പറ്റും, ഇങ്ങനെയുള്ള പല സ്റ്റഡീസും നടക്കുന്നത് റിസർച്ചിലാണ്. കുറച്ച് സീരിയസ് ആയിപ്പോയി. നമുക്ക് സിമ്പിൾ ആയിട്ട് എവിടെയോ നിങ്ങൾ ഇന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഒരു ഷാമ്പു ആയിക്കോട്ടെ, എന്തൊരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നതിന് മുന്നേ എവിടെയോ ഏതോ ഒരാള് 100,000 വട്ടം ഇത് ടെസ്റ്റ് ചെയ്ത് ഫെയിലായി ലാസ്റ്റ് അതൊരു സക്സസ് ആയതിനു ശേഷമാണ് നിങ്ങളുടെ കയ്യിലേക്ക് ആസ് എ പ്രൊഡക്റ്റ് ലേബലും സർട്ടിഫിക്കേഷൻസും കണക്കുള്ള കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തുന്നത്. സോ അയാളെയാണ് നമ്മൾ കെമിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഹി ഈസ് റിയലി ഹാർഡ് വർക്കർ ആക്ച്വലി, യു നോ, മേ ബി മോർ ദാൻ സമ്മൺ എൽസ്. ഡോക്ടേഴ്സിനേക്കാളും എഞ്ചിനീയറിനേക്കാളും വില ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമോ? പറയാം. അങ്ങനെ വരുമ്പോ നമ്മള് ഡോക്ടേഴ്സിന് തന്നെ കുറെ കാറ്റഗറി ഉണ്ട്. കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരെയും ഡോക്ടേഴ്സ് എന്ന് വിളിക്കുന്നുണ്ടല്ലോ. അതുപോലെ കെമിസ്റ്റിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നതാണ് കെമിസ്റ്റ് എന്ന് പറയുന്നത്. ഡോക്ടേഴ്സിന് സ്പെഷ്യലൈസേഷൻ ഉള്ള പോലെ തന്നെ നമ്മൾ കെമിസ്റ്റുകൾക്കും ഓരോ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഫാർമസ്യൂട്ടിക്കൽ കെമിസ്റ്റ് അല്ലെങ്കിൽ മെഡിസിനൽ കെമിസ്റ്റ് എന്ന് പറയും. മെഡിസിൻസ്, ടാബ്ലറ്റ്സ്, സിറപ്പുകളെല്ലാം ടെസ്റ്റ് ചെയ്യുകയും ഉണ്ടാക്കിയ റിസർച്ച് ചെയ്യുന്നവരെ കോമൺ ആയിട്ട് വിളിക്കുന്നതാണ് മെഡിസിനൽ കെമിസ്റ്റ് എന്ന് പറയും. ഉള്ളതാണ് ഫുഡ് കെമിസ്റ്റ്, ഫുഡ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഫുഡ് കെമിസ്റ്റ് എന്നൊക്കെ പറയും. ഇവരെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ പാക്കറ്റിലായിട്ട് വരുന്ന ഫുഡ്, ഏത് ലുലു മാളിൽ അങ്ങനെ കുറെ ഇതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് അത് അഷ്യൂർ ചെയ്യുക, അതാണ് അവരുടെ പരിപാടി. പിന്നെ നമുക്കറിയാം ഫോറൻസിക് കെമിസ്റ്റ്. നമ്മൾ ഫോറൻസിക് എന്ന് പറയുന്ന ടോവിനോ തോമസിന്റെ സിനിമ കാണുന്ന നമുക്ക് മനസ്സിലാവും. പോലീസിനെ ക്രൈം സോൾവ് ചെയ്യാനായിട്ട് സഹായിക്കുക വിത്ത് എവിഡൻസ്, അതാണ് ഫോറൻസിക് കെമിസ്റ്റിന്റെ പരിപാടി. പിന്നെ അതാണ് എൻവയോൺമെന്റൽ കെമിസ്റ്റ്, അതായത് പ്രകൃതി സ്നേഹികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ സോയില്, എയർ, വാട്ടർ ഇവരെല്ലാം പൊല്യൂട്ടഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം സഹായിക്കുകയും അനലൈസ് ചെയ്യുകയും കാര്യങ്ങൾ നോക്കി നടത്തുകയും ചെയ്യുന്നവരാണ് എൻവയോൺമെന്റൽ കെമിസ്റ്റ്. സജസ്റ്റ് ചെയ്യും കാര്യങ്ങൾ, അതായത് ഇത് ഇത്ര മാത്രമാണ്, ഇത് ഇത്ര മാത്രം. അപ്പൊ ഇവരിൽ റെഗുലേറ്ററി കൺസേൺ ആയിട്ട് ചെറിയൊരു കണക്ഷൻ വരും. ദെൻ വരുന്നതാണ് ഇൻഡസ്ട്രിയൽ കെമിസ്റ്റ്. നമ്മളെ പോലുള്ളവർ, നമ്മൾ ഫാക്ടറിയിൽ വർക്ക് ചെയ്യും, നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ പെയിന്റ് ആവാം, അതുപോലെ സോപ്പ് ആവാം, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് അതും ആവാം. എന്റേത് FMCG, ടെക്സ്റ്റൈൽ ട്രീറ്റ്മെന്റ് കെമിക്കൽസ്, 2 കാറ്റഗറിയും കൂടി ഒന്നിച്ചുള്ള ഒരു ഫീൽഡാണ്. സോ അങ്ങനെയുള്ള ഒരു സെക്ടർ. സോ ഇവരാണ് മെയിൻ ആയിട്ടുള്ള കാറ്റഗറീസ്. അപ്പൊ ഇവര് പലരാണെങ്കിലും ഇവരെല്ലാം ഒന്നാണ്. ഇവരെല്ലാം എന്താണ്? കെമിസ്റ്റ് ആണ്. ഞങ്ങൾ എല്ലാ കെമിസ്റ്റുകൾക്കും ഒരു മിഷനേ ഉള്ളൂ, ടു മേക്ക് യുവർ ലൈഫ് ബെറ്റർ. ഇനി ചിന്തിക്കുന്നുണ്ടോ ഒരു കെമിസ്ട്രിക്ക് ഒന്നും നമ്മുടെ ലൈഫിൽ ഒരു വിലയില്ല, അല്ലെങ്കിൽ കെമിസ്ട്രി ഇതൊക്കെ എന്താ സംഭവം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? തെറ്റാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ എന്നിട്ടുള്ള ഡ്രസ്സിന് കളർ ഉണ്ടെങ്കിൽ അതിലുള്ള ഡൈ, അത് ഫിക്സ് ചെയ്യാൻ സഹായിച്ച ഡൈ ഫിക്സർ തൊട്ട് നിങ്ങൾ രാവിലെ പല്ല് തേക്കാൻ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ്, അതിന് ഫ്ലോറിന്റെ അളവ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പല്ലിന് പ്രശ്നം വരും. അത് കൂടാതെ സഹായിക്കണമെങ്കിൽ അവിടെ ഒരു കെമിസ്റ്റ് വേണം ടെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നാളെ നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻ, കൊറോണ വന്നു, കൊറോണയ്ക്കുള്ള വാക്സിൻ കണ്ടുപിടിച്ച ഒരു കെമിസ്റ്റ് ആണ്. എല്ലാത്തിലും കെമിസ്റ്റ് വേണം. സോ കെമിസ്റ്റിനെ പുച്ഛിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഡോക്ടേഴ്സിന് പ്രിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ മെഡിസിൻ വേണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണം. നമ്മൾ റിസർച്ച് ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ മെഡിസിൻസ് എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ വാല്യൂസ്, ഓക്കെ, we chemists are working silently and we can say that we are silent engineers of everyday life.